സന്താപത്തെ ഉണ്ടാക്കുന്നത് തന്നെയാകുന്നു. അയ്യോ കഷ്ടം, ഭാഗ്യഹീനയെ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ആര്യപുത്രൻ മയങ്ങി വീഴുന്നല്ലോ. അയ്യോ ദുസ്സഹമായ ഈ ശോകാവസ്ഥയിൽ നിശ്ചേഷ്ടനായി അവശനായി ഭൂമിയിൽ വീണ് കിടക്കുന്നു. ഭഗവതി തമസേ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആര്യപുത്രനെ ആശ്വസിപ്പിക്കണേ. വരുന്നത് വരട്ടെ, തമസ കൽപ്പിക്കുന്ന പോലെ തന്നെ ചെയ്യാം. ത്രൈലോക്യനാഥന്റെ ജീവൻ പിന്നെയും തിരികെ വന്നു എന്ന് തോന്നുന്നു. കഷ്ടം, ആര്യപുത്രൻ എന്തിനായിട്ടാണ് എന്നെ അന്വേഷിക്കുന്നത്? ഭവതി തമസേ, നാം കുറച്ചു മാറി നിൽക്കാം. എന്നെ കണ്ടുവെങ്കിൽ അനുവാദം കൂടാതെ അടുത്തു വന്നതിന് മഹാരാജാവ് കോപിക്കും. ഓ ശരി തന്നെ, ഗംഗാദേവിയുടെ വരപ്രഭാവത്താൽ വനദേവതകൾക്ക് കൂടി എന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. ആര്യപുത്ര, എന്തിനെന്നെ ജാനകി, പ്രിയ എന്നെല്ലാം വിളിച്ച് കേഴുന്നു? ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഈ വാക്കുകൾ അനുചിതമല്ലേ? ഭാഗ്യഹീനയായ എന്നെ വാത്സല്യത്തോടെ എന്തിനു വിളിക്കുന്നു? എന്നിട്ടും ഞാൻ നിർദ്ദയായിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഹൃദയം എനിക്കറിയാം, ഇദ്ദേഹത്തിന് എന്റെ ഹൃദയത്തെയും അറിയാം. തമസേ, ഇദ്ദേഹം എന്നെ അകാരണമായിട്ടാണ് ത്യജിച്ചത്. എങ്കിലും ഈ വിധത്തിൽ ഇദ്ദേഹത്തിനെ ദർശിച്ചതുകൊണ്ട് എന്റെ ഹൃദയം ഇപ്പോൾ ഏത് സ്ഥിതിയിലായിരിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ വിലാപങ്ങൾ അഗാധമായ സ്നേഹാധിക്യത്തെ കാണിക്കുന്നവയാണ് എന്നിൽ ആനന്ദത്തെ ജീവിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അകാരണമായി പരിത്യജിച്ചുകൊണ്ട് നിന്ദിക്കപ്പെട്ടുവെങ്കിലും എന്റെ ജന്മലാഭത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പരിത്യജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ലജ്ജയെയും വ്യസനത്തെയും ആര്യപുത്രൻ എന്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. പുണ്യം കൊണ്ടാണ് ആര്യപുത്രനെ ദർശിക്കാൻ സാധിച്ചത്. ആര്യപുത്രന്റെ പാദാംബുജങ്ങൾക്ക് നമസ്കാരം, നമസ്കാരം.